ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടർക്കിഷ് ബ്രെഡാണ്. ഇത് നമ്മൾ കുബൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല സോഫ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കിയാലോ. ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഇളം ചൂടുള്ള പാലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇളം ചൂടുള്ള പാലും ഇളം ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇത്തിരി കൂടി മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഒരു 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലിന് നല്ലത്. അപ്പോൾ ഇനി ഇതൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക, കൂടുതലാണെങ്കിൽ ഇത്തിരി മൈദയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് ഡോ ആവണം. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇപ്പം ഇത് ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അടപ്പിൻ്റെ അതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയൊരു ബൗളിൽ പൊങ്ങാനായിട്ട് വെക്കുന്നതാണ് നല്ലത്. ഇനി പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ഉരുളകളാക്കണം. എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. കുറച്ച് വലിയ പീസ് അതിന് കട്ട് ചെയ്യാം. വലിയ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തിക്ക് അത്ര വലുപ്പത്തിൽ തട്ടിയെടുക്കാം. തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചുട്ടെടുക്കാം. ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ തട്ടി ഉണ്ടാവും. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഇത് കണ്ടോ, നന്നായി പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് പൊങ്ങി കിട്ടും. തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. വാങ്ങി വെക്കാം. ഒരു മീഡിയം ഹീറ്റിലാണ് ഇതുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഈ ബട്ടറിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒറിഗാനോയ്ക്ക് പകരം പാർസ്ലി ഉണ്ടെങ്കിൽ പാർസ്ലി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി ഓരോ ബ്രെഡ് എടുത്ത് ഇത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് ബ്രെഡ് ഉണ്ടാക്കാൻ. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. കഴിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.